കാത്തിരുന്ന് നമ്മുടെ തൃശ്ശൂർ പൂരം ഇതാ വീണ്ടും എത്തിച്ചേർന്നിരിക്കുന്നു. പൂരത്തോടനുബന്ധിച്ചിട്ടുള്ള തൃശ്ശൂർ പൂരം എക്സിബിഷൻ അത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഓരോ വർഷവും നമ്മുടെ തൃശ്ശൂർ പൂരം എക്സിബിഷൻ കണ്ട് ആസ്വദിച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഈ തൃശ്ശൂർ നഗരത്തിൽ എത്തിച്ചേരുന്നത്. എന്തായാലും നമ്മൾ ഇന്ന് മേഡ് ഇൻ ഇന്ത്യയിൽ നമ്മുടെ തൃശ്ശൂർ പൂരം എക്സിബിഷനിലെ വിശേഷങ്ങളാണ് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. एक से एक कलेक्शन, हाँ जयपुर पिंक सिटी, एक से एक कलेक्शन, कहीं भी आप ठोक बजा के लो, माल सुपर, शहर में सबसे ऊपर। നമ്മുടെ എക്സിബിഷനിലുള്ള ഒരു ക്രോക്കറി ഷോപ്പാണിത്. ചേട്ടാ എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്? എവിടുന്ന ഇതൊക്കെ കൊണ്ടുവരുന്നത്? നമ്മുടെ ക്രോക്കറി ഐറ്റംസ് ഒക്കെ രാജസ്ഥാനിലാണ്. ഓക്കെ, ഈ ഫുൾ ഡേ 1 month more than 1 month ഒക്കെ ഇവിടെ ഉണ്ടാവും. ഓൾറെഡി നമ്മൾ ഇങ്ങോട്ട് സ്റ്റോക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ഡേ മുതൽ തന്നെ ഇവിടെ ഉണ്ടല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട് ആളുകളുടെ റെസ്പോൺസ്? എങ്ങനെയുണ്ട്? നല്ല അത്യാവശ്യം കച്ചവടം ഉണ്ട്. നല്ല ആൾക്കാർ വെറൈറ്റി ആയിട്ടുള്ള മോഡലുകളല്ലേ. കമറാക്കിന്റെ ജാർ ഉണ്ടാവും, പിക്കിൾ ജാർ ഉണ്ടാവും, ഇതൊക്കെ വെറൈറ്റിയാണ്. പക്ഷെ എല്ലാ വർഷവും എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരും. അതിന്റെ വെറൈറ്റി ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഫേക്ക ജാറൊക്കെ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ. ഓക്കെ, സ്റ്റാളുകൾ, 38ഓളം പവലിയനുകൾ, വലിയവരെയും ചെറിയവരെയും ഒക്കെ ഒരുപോലെ ആകർഷിക്കുന്ന ധാരാളം ഘടകങ്ങൾ ഈ ഒരു എക്സിബിഷനിൽ പതിവ് പോലെ ഇപ്രാവശ്യവും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റാൾ നമ്മുടെ പഴയകാല നൊസ്റ്റാൾജിയ ഉണർത്തുന്ന കുറെ മിഠായികളുടെ കളക്ഷനാണ്. ചേട്ടാ, ഇതിന്റെ കുറച്ച് പേരൊക്കെ ഒന്ന് പറയാമോ? പേര് പറയാൻ ഒരുപാട് പേരുകൾ പറയണ്ടേ. കുറച്ച് നമ്മുടെ ഒരു പഴയ കാലത്ത് നിന്ന് നിങ്ങൾ പഴയകാല കട്ടിമിഠായി, കമ്പറക്കട്ട്, ഓൽച്ച മിഠായി, പിന്നെ നൂല് കറക്കുന്ന പമ്പര മിഠായി, ആനമയിലൊട്ടകം, പിന്നെ ഇത് പുളിക്കരണ്ടി, ഗ്യാസ് മിഠായി, പുളിയച്ചാറ്, കട്ടിമിഠായി, അങ്ങനെ ഒരുപാട് തരം വെറൈറ്റികളുണ്ട്. ഇപ്പോഴും ആളുകൾ ഇതൊക്കെ ചോദിച്ചു വരും അല്ലേ? ഒരുപാട് നമ്മൾ കണ്ടതും കാണാത്തതുമായ ഒരുപാട് തരം വെറൈറ്റികളുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നിർമ്മിച്ച അനവധി ഉൽപ്പന്നങ്ങളാണ് ഈ ഒരു തൃശ്ശൂർ പൂരം എക്സിബിഷനിൽ ഒരു കുടക്കുഴയിൽ എത്തിച്ചേരുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റും. നമുക്ക് രാജസ്ഥാനിൽ പോകാതെ രാജസ്ഥാനിലെ വസ്ത്രങ്ങൾ വാങ്ങാം, ഗുജറാത്തിൽ പോകാതെ അവിടെ നിന്ന് വരുന്ന വളകൾ മാലകളൊക്കെ വാങ്ങിക്കാം, അങ്ങനെ പഞ്ചാബിൽ പോകാതെ അവിടുത്തെ വസ്ത്രങ്ങൾ ധരിക്കാം. പല നാടുകളിലെ രുചി ഭേദങ്ങൾ, വസ്ത്രങ്ങൾ, ഒപ്പം അവിടുത്തെ ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എക്സിബിഷനിൽ വന്ന് കണ്ട് ആസ്വദിച്ച് വാങ്ങിയൊക്കെ പോകാം. ഇത് കണ്ടോ, ഇത് ഭാഗൽപൂർ സിൽക്സ് ആണ്. സിൽക്ക് സാരി, ഇത് ബീഹാറിലെ ഒരു ട്രഡീഷണൽ സാരിയാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് വെറൈറ്റി, കശ്മീരി അല്ലെങ്കിൽ ഗുജറാത്തി, അങ്ങനെ പല ഇന്ത്യയുടെ പല സ്റ്റേറ്റ്സിൽ നിന്നുള്ള സാരീസ്, അവിടുത്തെ തനതായിട്ടുള്ള കൈത്തറി സാരീസ്, സിൽക്ക് സാരീസ് ഒക്കെ ഇവിടുത്തെ ഒരുപാട് സ്റ്റോൾസിൽ അവൈലബിൾ ആണ്. മെയ് 22 വരെയാണ് ഈ ഒരു പൂരം എക്സിബിഷൻ ഇവിടെ നടക്കുക. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെ എല്ലാവർക്കും ഇവിടെ വന്ന് എക്സിബിഷൻ കണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എൻജോയ് ചെയ്ത് പോകാവുന്നതാണ്. പൂരം ദിവസവും അതിന് തൊട്ട് മുൻപത്തെ ദിവസമൊക്കെ രാത്രി ലേറ്റ് നൈറ്റ് വരെ എക്സിബിഷൻ ഉണ്ടാവും. പൂരത്തിൻ്റെ തലേദിവസം രാത്രി 11 മണി വരെയും പൂരത്തിൻ്റെ അന്ന് പിറ്റേ ദിവസം പുലർച്ചെ 2 മണിയും വരെയൊക്കെ ഈ ഒരു എക്സിബിഷൻ സജീവമായിരിക്കും. തോന്നുമ്പോൾ കഴിക്കണമെങ്കിൽ കാണുമ്പോൾ മേടിച്ചോ. നമ്മൾ കഷ്ടപ്പെട്ട പൈസ കൊണ്ട് ഇഷ്ടപ്പെട്ട മേടിക്കാലോ. ഗായ്സ്, നിങ്ങൾ കോഴിക്കോട് എത്തി ഗായ്സ്, വന്ന് കഴിച്ചു നോക്കി, ഇഷ്ടപ്പെട്ട മേടിക്കാം, കഷ്ടപ്പെടുത്തൂല കേട്ടോ.
12,000 ഔഷധക്കൂട്ടുകളുള്ള 12,000 ഔഷധക്കൂട്ടുകളുള്ള പനി, ചുമ, ജലദോഷം, നെഞ്ചരിച്ചിൽ, കഫക്കെട്ട് എന്നെല്ലാം മരുന്നുണ്ട്. ഇവിടുത്തെ നമ്മൾ സ്റ്റോളുകൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്ന് ഇവിടെ സ്റ്റോളുകളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ശരിക്കും അവർക്കും ഇത് ഓരോ വർഷവും ഒരു കാത്തിരിപ്പിൻ്റെ കൂടിയാണ്. അടുത്ത വർഷം ഇതുപോലെ വന്ന് ഇവിടെ സ്റ്റോളൊക്കെ ഇട്ട് അവർ വിൽപ്പന നടത്തുന്നത്. ഓരോ വർഷവും അവർ അതേ സ്ഥാനത്ത് തന്നെ, നമുക്കറിയാം ഇവിടെ എല്ലാ വർഷവും വരുന്നവർക്കറിയാം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഒരു സ്റ്റോൾ ഇന്നും അതേ സ്ഥാനത്താണ്. കുറച്ചൊക്കെ പുതിയ സ്റ്റോളുകളും ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് സ്റ്റോൾസ് കണ്ടു. എല്ലാ വർഷവും ഇവിടെ അധികവും വരുന്ന സ്റ്റോൾസ് ആണ്. ഇപ്പോൾ ഇവർ ഇവിടെ ഫസ്റ്റ് ടൈം ബാംഗ്ലൂരിൽ നിന്ന് ഇതുപോലെയുള്ള കർട്ടൻസുമായിട്ട് വന്നിരിക്കുന്ന ഒരു ടീമാണ്. ഫസ്റ്റ് ടൈം, യുവർ നെയിം? My name is Imran. Imran, okay. I'm from Bangalore. First time I came here, Kerala. Okay. Tissue exhibition How you get to know about this exhibition? is nice, madam. कस्टमर भी आले के अच्छे से है. प्रोडक्ट भी हमारा क्वालिटी भी अच्छा है, कॉटन भी है, ब्लॉक प्रिंट है हमारा. Okay. पूरा फैब्रिक हमारा प्योर कॉटन है हमारा Pure पास. cotton. Your own production? मैं ओन मैन्युफैक्चरिंग मैडम. Manufacturing है बैंगलोर में? इन बैंगलोर. मैं खुद ही से बनाता है ये. हमारा मैन्युफैक्चरिंग बैंगलोर में है ये. क्वालिटी भी अच्छा है, ब्लॉक प्रिंट अच्छा है हमारा. वॉश करने से प्रिंट भी नहीं जाता है. Okay. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇന്നത്തെ എല്ലാ പ്രാവശ്യത്തേനേക്കാളും കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് ഈ ഒരു സെഗ്മെന്റ് വന്നത് അടിപൊളി. കൂടുതൽ വലിയ വലിയ ഫിഷസ് ഉണ്ട് അല്ലേ? അതെ അതെ. തൃശ്ശൂർ പൂരം എക്സിബിഷനിലെ കാഴ്ചകളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. എല്ലാ വർഷവും നമ്മുടെ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് ഈ രീതിയിൽ നമ്മുടെ എക്സിബിഷൻ സജ്ജീകരിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സാധ്യത എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഈ ഒരു എക്സിബിഷൻ എല്ലാവർക്കും എൻജോയ് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു പൂരം, നമ്മുടെ തൃശ്ശൂർ പൂരം എക്സിബിഷനൊക്കെ കണ്ട് അടിപൊളിയാക്കുക.